ഇനി ഖിയാമത്ത് നാള് സംഭവിക്കലും മുഹറം 10-നാകുന്നു. വെള്ളിയാഴ്ചയാണ്, പക്ഷെ അത് ഒരു മുഹറം 10-നായിരിക്കും. പോരാ വ അവ്വലു മത്തരിൻ നസല മിനസ്സമാഇ യൗമ ആശുറാ, ഈ ഭൂമി ലോകത്തേക്ക് ആദ്യമായി മഴ വർഷിച്ചത് മുഹറം 10-നാണ്. പോരാ അള്ളാഹുവിന്റെ റഹ്മത്ത് ആദ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങിയതും മുഹറം 10-നാകുന്നു. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം 10-നെ സംബന്ധിച്ച് മഹാന്മാരായ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനികളെ, ആ മുഹറം 10-നെ നാം കാത്തു സൂക്ഷിക്കണം. അന്ന് നമ്മളും നമ്മുടെ മക്കളൊക്കെ മുഹറം 10-ന്റെ ആശൂറായിന്റെ സുന്നത്ത് നോമ്പ് പിടിക്കുക. എത്രയോ ആളുകളൊക്കെ മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് പ്രത്യേകം നോൽക്കാൻ വേണ്ടി നിയ്യത്ത് വെക്കാറുണ്ട്. ചിലവര് നേർച്ചയാക്കും. നേർച്ചയാക്കിയാൽ പിന്നെ അത് ഫറലായി, നോൽക്കല് നിർബന്ധമായി. ചില രോഗങ്ങളൊക്കെ ശിഫയാകാൻ വേണ്ടിയിട്ട്, പാറാവ്യാധി, ചില രോഗങ്ങൾ, ചില വേദനകൾ, ചില പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി മുഹറം 9-ന്റെയും 10-ന്റെയും ഒക്കെ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ കാണാറുണ്ട്. നേർച്ചയാക്കലുണ്ട്, അത് അവർ വീട്ടാറുണ്ട്. വീട്ടിൽ പിന്നെ നിർബന്ധമാണ്, അത് ഫറലാണ്. അതുകൊണ്ട് കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തവരൊക്കെ സുന്നത്തായ നിലക്കാ നോമ്പ് അനുഷ്ഠിക്കണം. അത് വലിയ ഫളിലാണ്. അള്ളാന്റെ ഹബീബ് ചെയ്തതാണ്, നമ്മളോട് ചെയ്യാനും പറഞ്ഞതാകുന്നു. മാത്രമല്ല, ആ മുഹറം 9-ന്റെ അന്ന് രാത്രിയും അതുപോലെ തന്നെ 10-ന്റെ അന്ന് നോമ്പ് തുറക്കുന്ന അവസരത്തിലും അത്താഴ സമയത്തൊക്കെ നല്ല വിഭവങ്ങൾ, നല്ല മധുരങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക് കൊടുക്കലും വല്ലാത്ത കൂലിയാകുന്നു, മഹത്വമാകുന്നു. അള്ളാഹു നിങ്ങൾക്ക് തന്ന ഹലാലായ സമ്പത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കണം. ഇന്നിപ്പോ എല്ലാ വീട്ടിലും എന്നും നല്ല ഭക്ഷണങ്ങളാണ്. പഴയ കാലത്തൊക്കെ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മധുരമോ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് ഭക്ഷണം കിട്ടണമെങ്കിൽ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ആണ്ടർതികളൊക്കെ വരുമ്പോഴേ കിട്ടുള്ളൂ. ഇന്നിപ്പോ എല്ലാ വീട്ടിലും എന്നും ഭക്ഷണമാണ്, എന്നും പലഹാരങ്ങളാണ്, എന്നും വിഭവങ്ങളാണ്. എന്നാലും ബഹുമാനികളെ, ആ ദിവസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് പ്രത്യേകം എന്തെങ്കിലുമൊക്കെ ഒരു മധുരം, ഒരു സ്പെഷ്യൽ ഭക്ഷണമൊക്കെ നമ്മുടെ മക്കൾക്ക് കുടുംബത്തിനുണ്ടാക്കി കൊടുക്കൽ ആ വീട്ടിലെ കുടുംബനാഥനിക്ക്, ഉപ്പാക്ക്, ഉമ്മാക്ക് വളരെയധികം അഫ്ളലാകുന്നു. അതിന് സംഭവങ്ങൾ, കാരണങ്ങൾ മഹാന്മാര് കിതാബുകളിൽ പ്രത്യേകം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്.